നമുക്കേ അച്ഛന്മാരെടുത്ത് അച്ഛന് വീട് കൊടുത്താലുള്ള ഭവിഷ്യത്തിനെ കുറിച്ചിട്ട് അക്കമിട്ട് അങ്ങ് പറഞ്ഞാലാ. നല്ല ഐഡിയ. ഞാൻ എന്നാ പോയിട്ട് ഒരു 200 പേജിന്റെ വരയിടാത്ത ബുക്ക് എടുത്തോണ്ട് വരാം. ആന്റണി ഇത് മൊത്തം എഴുതണ്ടേ? സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്തുവാ രണ്ടുപേരും കൂടെ ഒതുങ്ങിയിരുന്ന് സംസാരിക്കുന്നേ? അതെ പറയട്ടെ, അച്ഛമ്മയെ എങ്ങനെ സ്വാധീനിക്കാന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിച്ചോണ്ടിരിക്കുക തന്നെയല്ലേ? നടക്കൂലിയാ. ഞാൻ ഇപ്പൊ ശ്രമിച്ചിട്ട് തോറ്റു വന്നത്. ഞങ്ങളെ വിളിക്കാതെ പോയോ? നിങ്ങൾ ഞങ്ങളെ വിളിക്കാതെ ഇവിടെ വന്ന് പതുങ്ങിയിരുന്ന് സംസാരിച്ചില്ലേ? അല്ല അതിരിക്കട്ടെ, എന്നിട്ട് എന്തോന്ന് സംഭവിച്ചെന്ന് പറ. നോയിച്ചു വിട്ടളിയോ? ആരച്ഛമ്മേ? അല്ല, മാമ ഇങ്ങനെ കൃഷ്ണപരത്തിനെ പോലെ വട്ടവട്ട പറഞ്ഞോണ്ടിരിക്കുകയാണ്. ആര് സ്വാധീനിക്കാൻ ചെല്ലാതിരിക്കാൻ വേണ്ടി ചുറ്റും. ഇത് ശരിയാവൂല കേട്ടോ. ഉത്തോനോട് എന്താ അച്ഛൻ പറഞ്ഞറിയോ? തറയിൽ പോലും ഉറച്ചു ചവിട്ടിരുന്ന. തറയിൽ ചവിട്ടാ എങ്ങനെ നടക്കുന്നേ? ഇപ്പൊ നമ്മള് മോകളിയെ പോലെ തൂങ്ങി പോകേണ്ടി വരൂ. എടേ നിന്നെ എന്തോന്ന് പറഞ്ഞ് നോവിച്ചേ? ഇതിന്റെ വീട്ടിൽ പോയി അലങ്കരിക്കടാ എന്ന്. അതുമില്ല പറയൂലേ. നീ ഇവിടെ കിടന്ന് എന്തിനാ അഹങ്കരിച്ചേ? എന്റെ അളിയ അഹങ്കരിച്ചെന്നല്ല, റൂമിന്റെ സൈഡ് ഒന്ന് തുറന്നിട്ട്. എന്തോന്നൊക്കെയാടേ പറയണ? തുറന്ന എന്റെ അളിയ റൂമിന്റെ സൈഡ് തുറന്നിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാൻ അലങ്കരിക്കാനെന്ന് അങ്ങനെ ചോദിച്ചപ്പോ ബെസ്റ്റ്. ഭിത്തി ചാരിയുന്നതിന് എന്നെ കുറ്റപ്പെടുത്തിയ മനുഷ്യനാണ്. അപ്പോഴാണ് അവന്റെ ഒരു തുരപ്പ്. എന്റെ പൊന്നെ ഏട്ടാ, ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? ഈ വീട് അച്ഛന്റെ പേരിൽ എഴുതി കൊടുക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രല്ല, മുറപ്രകാരം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് എന്റെ ശിവേട്ടന്റെ പേരിലല്ലേ എഴുതി തരണ്ടേ? ഏത് മുറ? അത് പറ. അല്ല, മുറപ്പെണ്ണെന്നും പറഞ്ഞ് എന്നെ ഇവിടുന്ന് കെട്ടിച്ചു വിട്ടപ്പോ ഒന്നും തന്നില്ലല്ലോ ആ മുറ. എനിക്കൊന്നും വേണ്ടി ഭയങ്കര ചുമ്മാരി. അതെ, അവനൊന്നും വേണ്ടെന്ന്. വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. നമ്മൾ ചോദിക്കാതെ തന്നാ നമുക്ക് കുഴപ്പമില്ലല്ലോ, വാങ്ങിക്കാമല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചില്ലെന്നേ പറഞ്ഞോളൂ. ആര് പറഞ്ഞു? ചോദിച്ചിട്ട് നാക്ക് വായിലോട്ട് ഇട്ടല്ലോ. ആര് ചോദിച്ചെന്ന്? നീ പിന്നെ അല്ലാതെ ഞാൻ ചോദിച്ചൊന്നുമില്ല. അല്ലല്ല, അത് വിട്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഇത്രയും നാൾ ഇവിടെ ഉള്ളവരെ മൊത്തം പൊന്നെ പോലെ നോക്കി എനിക്കൊന്നും അവകാശമില്ലെന്നാണ് നിങ്ങളൊക്കെ പറയണേ? വളരെ മോശപ്പോയി. എന്നാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ എപ്പോ പറഞ്ഞത്? ഇവരിപ്പോ പറഞ്ഞൊന്നും സമ്മതിച്ചായിരുന്നില്ല ഉത്തോണ്ട. എന്തോ നാത്തുനെ പറയുന്നത്? ഹലോ, ആ ടോൺ ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടോ. സ്വത്തിന്റെ കാര്യം വന്നപ്പോൾ ടോൺ മാറിയ കേട്ടോ. അത് മോശമായി പോയി, വളരെ അത് മോശമായി പോയി. നിങ്ങൾ എന്താണ് കുറേ മോശമായി പോയി? എന്താണ് മോശമായി പോയി? ഇനി ഇവിടെ വന്നാ കൈ വെക്ക, നമുക്ക് പോവാൻ വാ. എന്നാലും വളരെ മോശമായി പോയി. എന്നാലും നിനക്കത് പറയാൻ കൊള്ളൂലായിരുന്നു. എല്ലാം മോശമായി പോയി. എനിക്കെങ്ങും അറിയാൻ പാടില്ല. സ്വപ്നമൊരു ചാക്ക് തലയിൽ താങ്ങിയൊരു പോക്ക്. എടി എന്തൊരു കോലമാടി ഇതൊക്കെ. ഈ അടുക്കളയൊന്നും നിനക്ക് വൃത്തിയാക്കിയിട്ടൂടെ? അതിന് വൃത്തിയായിട്ടല്ലേ കിടക്കുന്നത്. അയ്യോ ഇതൊന്നും പോരാ. എന്റെ വീട്ടിലെ അടുക്കള എന്തൊക്കെ പറഞ്ഞാലേ നല്ല പളവളാന്ന് മിന്നണം. നിങ്ങളുടെ മിന്നിക്കലൊക്കെ മക്കളുടെ അടുത്ത് മതി കേട്ടോ, എന്റെ അടുത്ത് വേണ്ട. എന്തോന്നില്ല, ഈ അടുക്കള വൃത്തിയാക്കാനും പറയാൻ പാടില്ലേ? അതിന് വൃത്തി എല്ലായിടക്കും പറഞ്ഞാ പോരെ അത്. അയ്യോ ഇതെന്തൊരു വൃത്തി ഇത്. നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. ഓ നീ പച്ചക്കൊടി വീശിന കാര്യം ചോദിച്ചെന്നങ്ങ് പറയുമായിരിക്കും. ചിലപ്പോ പറഞ്ഞേക്കും. എന്നാ പിന്നെ പോയിച്ചെന്നങ്ങ് പറ. എന്റെ പൊന്നോ, ഇത് ഏത് നേരത്തെ തോന്നിയോന്തോ. എന്തോ? അയ്യോ ഒന്നും പറഞ്ഞില്ലേ, നീ നിന്റെ ഇഷ്ടപോലെ തന്നെ അങ്ങ് ആയിക്കോ. നമ്മുടെ കുടുംബം കലങ്ങി അമ്മ. എപ്പോ? ഒരു 5 മിനിറ്റ് മുമ്പേ. അപ്പൊ ഇംഗ്ലീഷ് ഇവരും കൂടെ ഉത്തോണ്ട് എന്തൊക്കെയോ പറഞ്ഞമ്മ. നിന്നെയും പറഞ്ഞില്ലേ? എന്നെയും പറഞ്ഞു. എന്തോടി പറഞ്ഞ? അമ്മ എന്ത് പറഞ്ഞെന്നുള്ളതല്ല ഇവിടെ പ്രധാനം. അമ്മ പറ, ഇത്രയും നാൾ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം നോക്കിയത് ഞാനല്ലേ? ഞാൻ ഒന്നും അറിയിക്കുന്നില്ലേ? എടാ അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മ നിന്റെ അച്ഛന്റെ പേരിലല്ലേ എഴുതി കൊടുക്കുള്ളൂ. ഇതുവരെ എഴുതി കൊടുത്തില്ലല്ലോ. അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛന്റെ പേരിൽ എങ്ങാനും ഈ വീട് എഴുതി കിട്ടിയാലത്തെ ഒരു അവസ്ഥ. ഇപ്പൊ തന്നെ ഉത്തോനോട് പറഞ്ഞു ഈ തറയെ ചവിട്ടരുത്, ഭിത്തി ചാരി നിൽക്കരുതെന്നൊക്കെ. സുമേഷിനോടാണെങ്കിൽ പറയാ ഈ മുറിയിലിരുന്ന് ശ്വാസം വലിക്കരുത്, ജനൽ തുറന്നിടരുതെന്ന്. എന്റെ അടുത്ത് ഇപ്പൊ വന്നേച്ച് പറയാ അടുക്കള പളപളാന്ന് തിളങ്ങണം. ഇതൊന്നും പോരാണ്ട് ശിവന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഭിത്തി തുറക്കരുത്, തുറക്കണമെങ്കിൽ അവന്റെ വീട്ടിൽ പോയി തുറക്കണമെന്ന്. അല്ല ഇങ്ങനെ പോയുള്ള അവസ്ഥ എന്താണ്? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അമ്മ ഞാൻ എന്തോ അമ്മ പേട്ട് തേങ്ങയാണോ അമ്മ? എടാ ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാ അമ്മ ഈ വീട് എനിക്ക് തരത്തിലേ തരണ്ട. ഇന്ന് ഒരു വോട്ടിന്റെ കഷ്ടം പോലും എനിക്ക് തരത്തില്ലെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം എന്തുവാ? ഒന്ന് പോടാ നടന്ന്. ഇത്ര നാൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ട് നടന്ന എനിക്കില്ല ഓടിന്റെ കഷ്ണം. ചേട്ടാ പിന്നെയാണ് നിനക്ക് പോടാ ഇറങ്ങിയ. ചുമ്മാ ഇരിക്കണത് പലതും പറഞ്ഞ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കല്ലേ. എന്താടാ എന്ത് കുഴപ്പമില്ല. എന്ത് ഇത് എന്ത് നിങ്ങൾ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? വീട് എന്തായാലും അച്ഛൻ കൊണ്ടുപോയില്ലേ? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഓടാണോ പ്രശ്നം? എനിക്ക് ഓടുന്നല്ല ഒരു പ്രശ്നം. അവിടെ ഒരു 10 ഓടങ്ങ് മേടിച്ചു കൊടുത്തരാം. ഇതിനെ 10 ഓട് ഇൻസൾട്ടും ചെയ്ത് വെറുതെ ഇവിടുന്ന് വഴക്കുണ്ടാക്കാൻ വന്നേ. എന്റെ പൊന്നമ്മ, എന്നായാലും അമ്മ ഈ വീട് എനിക്ക് എഴുതി തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്തുകൊണ്ട് എത്ര താമസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അതും അങ്ങ് ചിന്തിച്ചോ കുഞ്ഞുണ്ണി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്.
ആ അത് ശരിയാണ്. ആ എന്തായാലും ഇപ്പൊ സന്തോഷമല്ല, അമ്മ എനിക്ക് തന്നല്ലോ. അമ്മ ഇനി ഒന്നും പേടിക്കണ്ട കേട്ടാ. ഈ വീട് ഞാൻ എന്റെ ഈ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ച് തന്നെ. പൊന്നു പോലെ നോക്കും. ആ ഉത്തമൻ പറഞ്ഞു വിട്ടിട്ട് ആ പിള്ളേര് വരാൻ ഇതവന്റെ സ്ഥിരം അടവാ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. മുത്തശ്ശി, ഈ വീട് അപ്പൂപ്പന്റെ പേര് എഴുതി കൊടുക്കാന്ന് പറഞ്ഞ. ഓ തന്നെ മക്കളെ, എന്ത് ചുമ്മാ അയച്ചെന്നേ ഉള്ളൂ. എന്റെ അച്ഛൻ എവിടെ വിളിച്ചിരിക്കുന്നത്? ഒളിച്ചിരിക്കാനാ? അച്ഛനെ ഒളിച്ചിരിക്കണേ? ആ ശരി ശരി, വന്ന കാര്യം പറ. അപ്പൂപ്പന് കൺഗ്രാറ്റ്സ് പറയാൻ വന്നതാ. എന്തോന്ന്? കൺഗ്രാറ്റ്സ്. ആണോ? അയ്യോ സന്തോഷമായി. കൺഗ്രാറ്റുലേഷൻസ് അപ്പൂപ്പ. എടാ ഈ പാവം പിള്ളേരെ കുറിച്ചാണോ നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്? കൊള്ളാമല്ലോ, ഇത് നല്ല സ്വഭാവമാ കേട്ടോ. എന്ത് പറഞ്ഞു മുത്തശ്ശി? ഞാൻ ഒന്നും പറഞ്ഞില്ല മോളെ. നിന്റെ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ അവിടെ എന്നെ എങ്ങനെ കെട്ടിച്ചിടുമെന്നുള്ള ആലോചിച്ചോണ്ടിരിക്കുക. പിന്നെ എന്റെ പേരിലൊന്നും ഇല്ലല്ലോ. അവിടെ നീ മുട്ടേന്ന് വരിഞ്ഞല്ലോ. ആര് പറഞ്ഞു? കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് വളരും. പിന്നെ അച്ഛൻ്റെ ഒന്നും ഇല്ലേന്നാണ്. ആ എന്നാ നീ കണ്ണടച്ച് തുറക്കാതിരുന്നാ മതി. അത് ശരിയാന്നല്ലടാ, അത് ഞാൻ അങ്ങോട്ട് ഓർമ്മിച്ചില്ലായിരുന്നു. അയ്യോ അമ്മ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർമ്മിക്കല്ലേ. അതൊക്കെ ഉത്തമന്റെ ഒരു അടവാ. എന്തോന്ന് അപ്പൂപ്പ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ മനസ്സിലാവും. അമ്മേ എഴുതേ, ഞാൻ ഈ വീട് പല്ലവിയുടെ പേരിലോട്ട് എഴുതി വെച്ചാലോ? അയ്യോ ഓ കുഴഞ്ഞ് അമ്മ, അത് ഞാൻ പിന്നീട് ആലോചിച്ച് ചെയ്താ പോരെ. ഈ പിന്നീട് ആലോചിക്കണ്ട. എടാ കുഞ്ഞുണ്ണി, അന്നേരം ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നേരം ചെയ്യണം. പിന്നെന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. വെറുതെ ഒരു മുദ്രപത്രം വേസ്റ്റാക്കി കളയണോ? പല്ലവിയുടെ പേര് തന്നെ എഴുതി കളയാം. ആ മോക്ക് മുത്തശ്ശിയുടെ കല്യാണ സമ്മാനം. അമ്മ, കല്യാണ സമ്മാനമൊക്കെ കല്യാണത്തിന് കൊടുത്താ പോരെ. അതിന് മുമ്പ് കൊടുത്താ എന്താ നിനക്ക് വല്ല പ്രയാസമുണ്ടോ? അത് മതി അമ്മേ, അത് മതി. മതിയോ? ആ പല്ലവിക്ക് കൊടുത്താൽ മതി. അമ്മ ഇദ്ദേഹത്തിന് ഈ വീട് എഴുതി കൊടുക്കാന്ന് പറഞ്ഞപ്പോ തൊട്ടുണ്ടല്ലോ ഈ വീട്ടിലുള്ള സർവ്വ മനുഷ്യരുടെയും മെക്കിട്ട് കയറി നടക്കുക. ഇടി ലളിത, ഞാൻ എത്ര മാന്യമായിട്ടൊന്നും എല്ലാവരുടെയും മെക്കിട്ട് കയറിയത്. മുത്തശ്ശി താങ്ക് യു. താങ്ക് യു. ഞാൻ പോയി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കേട്ടോ. കണ്ട അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോണ പോക്ക് കണ്ട. അതിനെന്താ? അമ്മ, എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഉത്തമം കാണിക്കുന്ന പൊറാട്ട് നാടകമാണ് ഇതൊക്കെ. എന്നാ ഈ പുറമോട്ട നാടകം ഓ. മുമ്പോട്ടില്ലേ? ഓ മുമ്പോട്ട്. സന്തോഷമായി. ആ പോയി.